വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലുണ്ടായ തീപിടുത്തത്തിൽ പുകശ്വസിച്ച് 3 രോഗികൾ മരിച്ചെന്ന് ടി സിദ്ദീഖ് MLA. എത്ര പേർ മരിച്ചെന്ന കണക്ക് പുറത്തുവിടണമെന്ന് MLA ആവശ്യപ്പെട്ടു. എന്നാൽ മെഡിക്കൽ കോളേജിൽ മരണം സ്ഥിരീകരിച്ചിട്ടില്ല. കാഷ്വാലിറ്റിയിൽ 8 മണിയോടെ UPS റൂമിലാണ് തീപിടുത്തമുണ്ടായത്. പുക പടർന്നതോടെ കാഷ്വാലിറ്റി കെട്ടിടത്തിലെ മുഴുവൻ രോഗികളെയും മാറ്റി. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ആശുപത്രിയിലെ 14 ഓപ്പറേഷൻ തിയേറ്ററുകളും തുറക്കാൻ നിർദ്ദേശം നൽകിയെന്നും പഴയ കാഷ്വാലിറ്റി പ്രവർത്തനക്ഷമമാക്കുമെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇവിടെയുണ്ടായ അതിദാരുണമായ എമർജൻസി കാഷ്വാലിറ്റിയിലുണ്ടായിട്ടുള്ള ഈ തീപിടുത്തത്തിൽ 3ഓളം ആളുകൾ മരിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതിലൊന്ന്, ഞാനിപ്പോ നസീറ എന്ന് പറയുന്ന 44 വയസ്സുള്ള ഒരു ലേഡി, അവർ കൽപ്പറ്റ നിയോജകമണ്ഡലത്തിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലാണ് അവർ താമസിക്കുന്നത്. അവർ നേരത്തെ മാനസികമായ ഒരു പ്രയാസവും വിഷമവും ഒക്കെയായി അവരിവിടെ ഒരു പേഷ്യന്റായി വന്നതിന് ശേഷം അവർ വെന്റിലേറ്ററിലായിരുന്നു. പോയിസണിന്റെ പ്രശ്നമുണ്ടായിരുന്നു. ആ വെന്റിലേറ്ററിൽ നിന്ന് ഈ തീ കത്തിയ സമയത്ത് എടുത്ത് ഓടിയ സമയത്ത് മരണപ്പെട്ട് ഇപ്പോൾ 1-ാം വാർഡിലാണ് ബോഡി ഉള്ളത്. ഞാൻ 1-ാം വാർഡിൽ പോയി ബോഡി കണ്ടു. കുടുംബങ്ങളുമായി ഇപ്പോൾ സംസാരിച്ചു. അവര് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്യുകയുണ്ടായി. അപ്പൊ ഇവിടെ നിന്ന് തീപിടുത്തത്തെ തുടർന്ന് കൊണ്ടുപോകുന്ന സമയത്ത് വെന്റിലേറ്ററിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്താണ് ഈ ദാരുണമായിട്ടുള്ള മരണം സംഭവിച്ചത് എന്നുള്ളത് പറയുന്നു. അടിയന്തരമായി എമർജൻസി സിസ്റ്റം ക്രമീകരിക്കുകയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അത്യാവശ്യമായി വേണ്ടത്. എവിടെയാണ് എമർജൻസി ആയി വരുന്ന രോഗികൾ എവിടേക്ക് വരണം എന്നുള്ളത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കണം എന്ന് നേരത്തെ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ അതൊരു പ്രധാനമായി എടുക്കണം. മറ്റൊന്ന്, ആരൊക്കെ മരിച്ചു, അവരുടെ ഡീറ്റെയിൽസ്, ഏതൊക്കെ ഹോസ്പിറ്റലിലേക്ക് എത്ര പേഷ്യൻസിനെ കൊണ്ടുപോയിട്ടുണ്ട്, അവരൊക്കെ എവിടെയാണ്, അത് സംബന്ധിച്ചതായിരിക്കുന്ന അനിശ്ചിതത്വത്തിന് വിരാമമിടൽ, പുതുതായി വരുന്ന പേഷ്യൻസിനുള്ള സംവിധാനമൊരുക്കൽ, ഇത്രയും കാര്യങ്ങൾ അടിയന്തരമായി ക്രമീകരിക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അടിയന്തരമായി ക്രമീകരിക്കാനുള്ള സംവിധാനം ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ നസീറയുടെ വിവരം കൃത്യമായിട്ട് അറിയാം. 3 പറയുന്നു, 4 പറയുന്നു. കൃത്യമായിട്ടുള്ള വിവരം പുറത്തുവിടണം ഔദ്യോഗികമായി. ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി ഔദ്യോഗികമായി പുറത്തുവിടേണ്ടതുണ്ട്. അത് പുറത്തുവിട്ട് ക്രമീകരണം ഉണ്ടാവണം, കൺഫ്യൂഷൻ ഒഴിവാക്കണം. ഫൈസൽ നെടുമ്പാല വിശദാംശങ്ങൾ നൽകും. ഫൈസൽ, വലിയ നടുക്കമുണ്ടാക്കുന്ന വിവരങ്ങളാണ് സിദ്ദീഖ് MLA പങ്കുവെക്കുന്നത്. അവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ഫൈസലിന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? മരണവിവരം മെഡിക്കൽ കോളേജ് അധികൃതർ സ്ഥിരീകരിക്കുന്നുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷൻ അവിടെ? സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് 8 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടാകുന്നത്. മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലെ CT സ്കാനിന് സമീപത്തെ UPS റൂമിൽ നിന്നും പുക ഉയരുകയായിരുന്നു. ശബ്ദം കേട്ടതായും സ്ഫോടന ശബ്ദം കേട്ടതായും ഇവിടുത്തെ ആളുകൾ, അപ്പോൾ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നുണ്ട്. ഈ UPS റൂമിലെ ബാറ്ററി പകുതിയോളം കത്തിയിട്ടുമുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു വലിയ പുക അതിനുള്ളിലേക്ക് പടർന്നു പിടിക്കുന്നത്. അപ്പോൾ തന്നെ ആളുകൾ ഇടപെട്ട് സെക്യൂരിറ്റി ഒക്കെ വന്ന് തുടർന്ന് ആളുകളെ ഇതിനുള്ളിൽ നിന്ന് ആദ്യം മാറ്റുകയാണ് ചെയ്തത്. നമുക്കറിയാം, ഈ ഒരു കെട്ടിടം എന്ന് പറയുന്നത് 6 നിലയുള്ള ഒരു കെട്ടിടമാണ്. ഈ കെട്ടിടത്തിന്റെ ആദ്യത്തെ നിലയിലാണ് ഈ അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്നത്. ഈ നിലയിലുള്ള ആളുകളെയാണ് ആദ്യം മാറ്റുന്നത്. ഫയർഫോഴ്സും ആംബുലൻസുകൾ ഉൾപ്പെടെ എത്തി ഇവിടെ നിന്ന് ആദ്യം ആളുകളെ മാറ്റി. പിന്നീട് പുക മുകളിലത്തെ നിലയിലേക്കൊക്കെ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മറ്റു നിലകളിൽ നിന്നും ആളുകളെയൊക്കെ ഒഴിപ്പിക്കുകയായിരുന്നു. പിന്നീട് ഏറ്റവും ബുദ്ധിമുട്ടായി അനുഭവപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെന്റിലേറ്ററിലുള്ള ആളുകളെ മാറ്റുക എന്നുള്ളതായിരുന്നു. NICU, ICU ഉൾപ്പെടെയുള്ള വാർഡുകളിൽ ഇടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റുക എന്നുള്ളതായിരുന്നു അടുത്ത ഘട്ടം. ICUയിൽ നിന്നും ആളുകളെ മാറ്റി പിന്നീടാണ് ഈ വെന്റിലേറ്ററിലുള്ള ആളുകളെ